തൃശൂർ ചന്ദ്രാപിന്നിയിൽ ദേശീയപാതയോരത്ത് കാട് കയറിക്കിടന്ന സ്ഥലം ഇന്ന് മനോഹരമായ പൂപ്പാടമാണ്. 3 വനിതകൾ ചേർന്ന് നടത്തിയ കൃഷിയാണ് നൂറുമേനി വിളഞ്ഞത്. ചന്ദ്രാപിന്നിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം കാണാം. വർഷങ്ങളായി കാടുപിടിച്ചു കിടന്ന സ്ഥലം വൃത്തിയാക്കി നിലമൊരുക്കുക എന്നതായിരുന്നു ആദ്യ കടമ്പ. പിന്നീട് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 2500 ഹൈബ്രിഡ് തൈകൾ നട്ടുപിടിപ്പിച്ചു. ചാണകപ്പൊടിയും ഫാക്ടം ഫോസും ന്യൂട്രി മിക്സുമായിരുന്നു പ്രധാന വളം. 2 മാസത്തിന് ശേഷം മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞതോടെ വനിതാ കൂട്ടായ്മയുടെ കഠിന പരിശ്രമം വിജയം കണ്ടു. മുൻ പഞ്ചായത്ത് അംഗം രത്നചന്ദ്രൻ, ആശാരാജൻ, ഗൗരി ശിവദാസൻ എന്നിവരാണ് എടത്തിരുത്തി കൃഷിഭവന്റെ സഹകരണത്തോടെ കൃഷി ഇറക്കിയത്. ചാമക്കാല സ്വദേശി മൊയ്തീൻ കുട്ടിയുടെ 1/2 ഏക്കറോളം വരുന്ന സ്ഥലമാണ് കൃഷിക്ക് തെരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ഓഫീസർ സജ്ജന മേഡത്തിന്റെ പരിപൂർണ പിന്തുണ, എല്ലാ തരത്തിലുള്ള ഹെൽപ്പോടുകൂടി തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വില കുറവിലാണ് നമുക്ക് തൈകൾ ഇറക്കി തന്നത്. ഹൈബ്രിഡ് വെറൈറ്റി 3 രൂപയ്ക്കാണ് ഇറക്കി കൊടുത്തത്. കൃഷി ഓഫീസർ PC സജന, കൃഷി അസിസ്റ്റന്റ് VC സിജി എന്നിവരുടെ മേൽനോട്ടവും കൃഷിക്കുണ്ടായിരുന്നതായി കൂട്ടായ്മ അംഗങ്ങളിലൊരാളായ രത്നചന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ തന്നെയായിരുന്നു പുല്ല് കളയലും വാരം കോരലും ഒക്കെ ചെയ്ത് അടിവളമായിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്തത് ചാണകപ്പൊടി വാങ്ങിയിട്ട് ചെയ്ത്. അപ്പം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റിൽ വില കിട്ടിയാൽ ഞങ്ങളിപ്പോൾ ചിലവാക്കിയതിൻ്റെ പകുതി പൈസയിൽ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഇവർ കൃഷി ഇറക്കിയത്. അത്തമെത്തിയതോടെ മൂവർ സംഘത്തിന് പൂക്കളുടെ വിളവെടുപ്പു കാലം. 24 തൃശൂർ.